ഇത് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ അവർ എണ്ണയല്ല പാം ഓയിലോ അല്ലെങ്കിൽ പെട്രോളോ കോരി ഒഴിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഗ്രസ്സിന് അങ്ങനെ ഫലപ്രദമായ ഒരു നേതൃത്വമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ CPM അടക്കമുള്ള പാർട്ടികൾ സ്വീകരിച്ച നിലപാട് സുഖം. ഇവിടെ പഹൽഗാമിലെ പ്രതികളെ പിടിക്കാത്തതിലാണ് വിഷമം. പ്രതികൾ എന്ന് വെച്ചാൽ അങ്ങനെ ചില്ലറക്കാരുടെ സാധാരണ പ്രതികളൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ പൂജപ്പുരയിലോ അല്ലെങ്കിൽ വിയ്യൂരോ കിടക്കുന്ന പോലത്തെ സാധാരണ പ്രതികളല്ല. കുത്തുകേസിലെ പ്രതികളോ പോക്കറ്റടി കേസിലെ പ്രതികളോ അല്ല. പരിശീലനം കിട്ടിയ തീവ്രവാദികളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ. അത് പാകിസ്ഥാനോട് ആശയപരമായിട്ടും മതപരമായിട്ടും ഐക്യമുള്ള 1971 യുദ്ധത്തിലൊക്കെ പാകിസ്ഥാന് ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മത തീവ്രവാദികളും മതമൗലികവാദികളും മതരാഷ്ട്രവാദികളുമാണ്. MA ബേബി പോലും കത്തയച്ചിരിക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെ പിന്നാമ്പുറ കാര്യങ്ങൾ അറിയണം എന്നാണ് ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് അറിയുന്നത്. അല്ല, കത്തയക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ ചവറ്റുകൊട്ടയിൽ ഇഷ്ടംപോലെ സ്ഥലമുള്ളതുകൊണ്ട് അവിടെ കൃത്യമായിട്ട് കിടന്നു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പെഹൽഗാമിലുണ്ടായ ഭീകരവാദി ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നമ്മുടെ രാജ്യം വളരെ ശക്തമായ തിരിച്ചടി നൽകി. പാകിസ്ഥാനിലെ 9 ഭീകര താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ ആക്രമണത്തിന് പാകിസ്ഥാന്റെ അപേക്ഷയെ തുടർന്നാണ് നമ്മൾ വിരാമമിട്ടത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് രാജ്യത്ത് തുടക്കമായിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ വേഗത്തിൽ നിർത്തി? അപ്രതീക്ഷിതമായി എന്തുകൊണ്ട് സൈനിക നടപടി പിൻവലിച്ചു? പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരവാദികളെ പിടികൂടാനോ വധിക്കാനോ സാധിച്ചോ? ഈ ഓപ്പറേഷൻ അവസാനിപ്പിക്കുന്നതിൽ ട്രംപ് മധ്യസ്ഥത വഹിച്ചോ? അങ്ങനെയെങ്കിൽ എന്തിന്? കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന വിമർശനവും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. എന്നാൽ സൈന്യവും കേന്ദ്രവും ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ഉത്തരവും നൽകി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും നമുക്ക് പരിശോധിക്കാം ഓപ്പറേഷൻ സിന്ധൂറിലെ രാഷ്ട്രീയം. നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്താണ് തോന്നുന്നത്? ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഉയർന്നു വന്ന ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ, വിവാദങ്ങൾ, ചർച്ചകൾ ഇവയൊക്കെ അല്ലെങ്കിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് മുമ്പും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ട് വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് പാർലമെൻറ്റിന് നേരെ ആക്രമണം ഉണ്ടായത്. അതിലെ പ്രതികൾ എന്ന് പറയപ്പെടുന്ന ആളുകളെ പിന്നീട് പിടികൂടി. എല്ലാവരും കിട്ടിയില്ല. കിട്ടിയിടത്തോളം ആളുകളെ പിടികൂടി വിചാരണ ചെയ്തു. ഒരാളെ തൂക്കിക്കൊന്നു, കുറച്ച് പേർക്ക് ജയിൽ ശിക്ഷ കൊടുത്തു. അതുപോലെ തന്നെയാണ് അതിന് ശേഷമാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ P. ചിദംബരം ആഭ്യന്തരമന്ത്രി ആവുന്നതിന് തൊട്ട് മുമ്പ് മുംബൈ ഭീകരാക്രമണം ഉണ്ടായി. പാകിസ്ഥാനിൽ നിന്ന് 10 തോക്കുധാരികൾ ഇവിടെ വന്ന് കണ്ണി കണ്ട ആളുകളെ മുഴുവൻ വെടിവെച്ചു. അന്നും ഇതുപോലെ ഈ ഒരു പ്രതിയെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. 9 പേര് വെടിയേറ്റ് മരിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണം നടന്നില്ല. വെറുതെ 10 തോക്കുധാരികൾക്ക് പാകിസ്ഥാനിൽ ഇവിടെ വന്ന് കണ്ണി കണ്ട ആളുകളെ മുഴുവൻ വെടിവെച്ച് കൊല്ലാൻ പറ്റും? അത് പറ്റില്ല. അതിൻ്റെ പുറകിൽ വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്, ആസൂത്രണമുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഒരു അന്വേഷണം നടന്നില്ല. വന്നിട്ടും പോയിട്ടും ഇപ്പോൾ വളരെ കൊല്ലത്തിന് ശേഷം തഹാവൂർ ഹുസൈൻ റാണ എന്ന ആളെ ഇന്ത്യ ഗവൺമെൻറ് വിട്ടുകിട്ടിയിട്ടുണ്ട്. അതുമാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനപ്പുറത്ത് ഈ അന്വേഷണം അജ്മൽ കസബിൽ ആരംഭിക്കുക, അജ്മൽ കസബിൽ അവസാനിപ്പിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ വക കാര്യങ്ങളിലുള്ള ട്രാക്ക് റെക്കോർഡ്. നരേന്ദ്രമോദി വന്നതിന് ശേഷമുണ്ടായ പ്രധാനപ്പെട്ട 2 ആക്രമണങ്ങൾ ഒന്ന് പറയുന്നു. ഒന്ന് ഉറിയിലെ ആക്രമണമാണ്, സൈനിക പോസ്റ്റിന് നേരെ ഉണ്ടായ ആക്രമണം. അതിന് നമ്മൾ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് പാക് അധിനിവേശ കാശ്മീരിലേക്ക് നമ്മൾ നിയന്ത്രണ രേഖ മറികടന്ന് അവിടെ ആക്രമണം നടത്തി, തിരിച്ചടി എന്ന രീതിയിൽ. അതിനുശേഷം നമുക്കറിയാം പുൽവാമയിൽ CRPF ജവാന്മാർ സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായി. 44 പേർ മരിച്ചു. അപ്പോൾ നമ്മൾ ബാലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തി അതിന് തിരിച്ചടി നൽകി. അവിടെയും ഈ ബോംബ് വെച്ച ആളുകളെ കൃത്യമായിട്ട് കണ്ടെത്തുകയോ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് വേറെ വിഷയമാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതിനെ രണ്ടിനെയും കടത്തിവെട്ടുന്ന ആക്രമണമാണ്. കാരണം എന്ന് വെച്ചാൽ മരിച്ച ആളുകളുടെ എണ്ണം മാത്രമല്ല. മുമ്പ് ഉണ്ടായത് ഒന്ന് സൈനിക ക്യാമ്പിന് നേരെയാണ്, മറ്റത് CRPFകാർക്ക് നേരെയാണ്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് സിവിലിയൻസിനെതിരെയാണ്. മാത്രമല്ല കാശ്മീരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾക്കെതിരെ, വിനോദസഞ്ചാരികളായിട്ട് പോയവർക്ക് നേരെയാണ്. അപ്പോൾ ഇതിനിടയ്ക്കുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, നേരത്തെ നമുക്കറിയാം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭവും മറ്റുമൊക്കെ നടത്തുന്നു. തീവ്രവാദികളെ അനുകൂലിക്കുന്ന വലിയ വിഭാഗം ആളുകൾ കാശ്മീരിൽ അന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവർ നിരന്തരമായിട്ട് സൈന്യത്തിന് നേരെ, പോലീസിന് നേരെ കല്ലെറിയുകയും അവിടുത്തെ മൊത്തം ഭരണ സംവിധാനത്തെ നിശ്ചലമാക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ് കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയത്.
പിന്നീട് വളരെ കാലത്തേക്ക് അവിടെ നിയമസഭയോ മന്ത്രിസഭയോ ഒന്നും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് സുപ്രീം കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി. ഇപ്പോൾ ഒരു ജനകീയ സർക്കാർ അവിടെ അധികാരത്തിൽ വന്നു. ഇപ്പോൾ പോലും കാശ്മീരിൻ്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചിട്ടില്ല. പ്രത്യേക പദവി എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാ വെച്ചു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യം തീവ്രവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ സർക്കാരിനും തീരെ സഹിക്കാവുന്നതല്ല. കാരണം ജനജീവിതം സാധാരണ നിലയിലേക്ക് വന്നിരിക്കുന്നു. ടൂറിസം വീണ്ടും ആളുകളുടെ ഒരു ഉപജീവന മാർഗമായി മാറിയിരുന്നു. എന്ന് മാത്രമല്ല, കാശ്മീരിലെ സാധാരണക്കാർ ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് അതുപോലെ ലോക്കലായിട്ട് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഒമർ അബ്ദുള്ളയുടെ സർക്കാരുമായിട്ട് സഹകരിക്കും. അപ്പോൾ കാശ്മീർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് തീവ്രവാദികൾക്കോ അവരെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനോ സഹിക്കാൻ പറ്റുകയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാർ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയിപ്പിക്കുന്ന രീതിയിൽ പ്രതികളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരെ കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കി വിചാരണ ചെയ്ത് കീഴ്ക്കോടതി ശിക്ഷിച്ച് ഹൈക്കോടതി അപ്പീൽ കൊടുത്ത് പിന്നെ സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജി കൊടുത്ത് പിന്നെ രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുത്ത് 25 കൊല്ലത്തിന് ശേഷം നീതി നടപ്പാക്കിയാൽ മതിയോ? അതോ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്ത പോലെ ഭീകരന്മാരുടെ കേന്ദ്രങ്ങൾക്ക് നേരെ തിരിച്ചടി നൽകണോ വേണ്ടോ? ഇതാണ് ചോദ്യം. പിന്നെ ഇവിടെ ചില ആളുകൾ ആഗ്രഹിച്ച പോലെ അത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഭയങ്കരമായ യുദ്ധത്തിലേക്ക് പോകണോ? പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കണോ? വേറെ ചില ആളുകൾ മനപ്പായസം ഉണ്ടപോലെ ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് വേർപെടുത്തണോ? പണ്ട് ഇന്ദിരാഗാന്ധി കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിച്ച് ബംഗ്ലാദേശ് ആക്കിയ പോലെ. ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആഗ്രഹങ്ങൾക്ക് പ്രത്യേകിച്ച് ടാക്സ് ഇല്ലാത്തതുകൊണ്ട് ആർക്ക് എന്ത് വേണമെങ്കിൽ ആഗ്രഹിക്കാം. മനോരാജ്യത്തിൽ എന്തിനാ അർദ്ധരാജ്യം എന്ന് ചോദിച്ചോളും. മുഴുവൻ പാകിസ്ഥാൻ നമുക്ക് വേണമെങ്കിൽ പിടിച്ചെടുക്കാം. പക്ഷെ ഒന്നും നടപ്പുള്ള കാര്യങ്ങളെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് ഇങ്ങോട്ട് അടിച്ചതിന് 10 മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യം 15-ാം ദിവസം നടപ്പാക്കി. എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഒന്നും ചെയ്യാത്തതെന്നാണ് ഇത്രയും ദിവസം പ്രതിപക്ഷക്കാർ ചോദിച്ചിരുന്നത്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ചോദിച്ചില്ല. പ്രധാനമായിട്ടും കോൺഗ്രസ്സാണ് ചോദിച്ചത്. കാരണം മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് അറിയാം ഇത് വളരെ വൈകാരികമായിട്ടുള്ളൊരു വിഷയമാണ്. 26 ടൂറിസ്റ്റുകൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ആളുകൾ വെടിയേറ്റ് മരിക്കും. അത് മതം ചോദിച്ച് വെടിവെച്ച് കൊല്ലുന്നു. സ്ത്രീകളെ മാറ്റി നിർത്തി പുരുഷന്മാരെ മാത്രം കൊല്ലുന്നു. ഇങ്ങനെയൊക്കെ വളരെ വൈകാരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളതിനകത്തിട്ട് അതിൻ്റെ അകത്താണ് ഈ കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് ഉത്സാഹമില്ല? ഇവർ ഭരിക്കുന്ന സമയത്ത് പ്രതികളെ പിന്നെ പൊടിവിട്ട് എന്താ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടുമായിരുന്നില്ല. ഇന്ദിരാഗാന്ധിയെ കൊന്ന കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പോൾ പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ തീവ്രവാദികളെ പിടിക്കാത്തതിൽ വിഷമം വിചാരിക്കുന്നത് ഇല്ലേ? ഇന്ദിരാഗാന്ധിയെ കൊന്ന കേസിൽ എത്ര പ്രതികളുണ്ടായിരുന്നു? യാതൊരു ഗൂഢാലോചനയില്ലാതെ 4 സർദാർജിമാരെ വിചാരിച്ച് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊന്നുമല്ല. അപ്പോൾ അതുപോലും തെളിയിക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ പഹൽഗാമിലെ പ്രതികളെ പിടിക്കാത്തതിലാണ് വിഷമം. പ്രതികളെന്ന് വെച്ചാൽ അങ്ങനെ ചില്ലറക്കാരുടെ സാധാരണ പ്രതികളൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ പൂജപ്പുരയിലോ അല്ലെങ്കിൽ വിയ്യൂരെ കിടക്കുന്ന പോലത്തെ സാധാരണ പ്രതികളല്ല. കുത്തുകേസിലെ പ്രതികളോ പോക്കറ്റടി കേസിലെ പ്രതികളോ അല്ല. പരിശീലനം കിട്ടിയ തീവ്രവാദികളാണ്. അവർ ജനത്തിൻ്റെ ഇടയിൽ അപ്രത്യക്ഷമായി. ഇവർ ഏതെങ്കിലും കാലത്ത് കിട്ടുമ്പോൾ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കിട്ടുന്നിടത്ത് വെച്ച് തട്ടിക്കളയോ മാർഗമുള്ളൂ. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രതികളെ നമുക്ക് ലുക്കൗട്ട് നോട്ടീസ് കൊടുത്ത് പിടിക്കാൻ പറ്റുമോ? എനിക്കൊന്നല്ല. അപ്പോൾ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യം. അത് ചെയ്തു. ഇന്ത്യ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് ചെയ്തു. പാകിസ്ഥാന് വലിയ ക്ഷീണം ഉണ്ടാക്കി. മുമ്പ് 2 പ്രത്യാക്രമണം ഉണ്ടായപ്പോഴും അവരിങ്ങനൊരു സംഭവമില്ല എന്ന് പറഞ്ഞ് മുഖം രക്ഷിക്കുകയാണ് ചെയ്തത്. ഇത് അവർക്ക് അതുപോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. കാരണം ആക്രമണം നടത്തിയതിൻ്റെ പിന്നാലെ തന്നെ സർക്കാർ മിലിറ്ററി ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വിട്ടു. ഭയാനകമായ രീതിയിൽ ഇവർക്ക് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളത് എല്ലാവർക്കും വ്യക്തമായി. അപ്പോൾ പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യണം. അവർ പ്രത്യാക്രമണം നടത്തുന്നു എന്ന മട്ടിൽ ഡ്രോണുകൾ അയച്ചു, മിസൈലുകൾ അയക്കാൻ ശ്രമിച്ചു. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അതിനെയൊക്കെ തകർത്തു എന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അതിപ്പോഴും വിശ്വാസമായിട്ടില്ല. അവരിതിനൊക്കെ തെളിവ് വേണം. അല്ലെങ്കിൽ ഇന്ത്യയുടെ വിമാനം നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തണം. ഇങ്ങനെ പിന്നെ എന്തുകൊണ്ട് ഇത് നിർത്തി? അതാണ് അടുത്ത ചോദ്യം. ഇത് കൽപ്പാന്തകാലം വരെ യുദ്ധം ചെയ്യാൻ പറ്റുമോ പാകിസ്ഥാനുമായിട്ട്? യുദ്ധം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും ഇതിന് വലിയ സമ്പദ് വ്യവസ്ഥയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച തടസ്സപ്പെടും. മാത്രമല്ല ഒരുപാട് സൈനികരുടെ ജീവൻ ഹോമിക്കേണ്ടതായിട്ട് വരും. ഒരുപാട് നാശനഷ്ടങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാവും. ഇപ്പോൾ പറയുന്ന പോലുള്ള തമാശ അല്ല, രസമുള്ള കാര്യമല്ല. അപ്പോൾ നിയന്ത്രിതമായ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു തിരിച്ചടിയാണ് സർക്കാർ ആസൂത്രണം ചെയ്തത്. അത് ഏറെക്കുറെ ഫലപ്രദമായിട്ട് നടപ്പാക്കുകയും ചെയ്തു. പിന്നെ യുദ്ധമാകുമ്പോൾ വിമാനങ്ങൾ നഷ്ടപ്പെടും, ടാങ്കുകൾ നഷ്ടപ്പെടും. അതൊക്കെ ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. 1971 യുദ്ധത്തിൽ നമുക്ക് നഷ്ടങ്ങളുണ്ടായി, 65 യുദ്ധത്തിലും ഉണ്ടായി.
കാർഗിൽ യുദ്ധത്തിലും ഉണ്ടായി. അത് എവിടെ യുദ്ധം നടക്കുമ്പോഴും ചില വിമാനങ്ങൾ വെടികൊണ്ട് വീഴും, ചില ടാങ്കുകൾ അവർ തകർക്കും, ചില പീരങ്കികൾക്ക് കേടുപാട് പറ്റും, കുറേ സൈനികർ മരിക്കും. ഇതൊക്കെ സാധാരണ പതിവാണ്. അത് ഏറ്റവും പരിമിതപ്പെടുത്താനാണ് ഏത് സർക്കാരും ശ്രദ്ധിക്കുക. പാകിസ്ഥാനാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും വേറെ ഏത് രാജ്യമാണെങ്കിലും അതാണ് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അതിൽ പിന്നെ സംശയം പ്രകടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മിതമായ ഭാഷയിൽ വിവരക്കേടാണ്. പിന്നെ കോൺഗ്രസ്സിന് അങ്ങനെ ഫലപ്രദമായ ഒരു നേതൃത്വമില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ CPM അടക്കമുള്ള പാർട്ടികൾ സ്വീകരിച്ച നിലപാട് സുഖക്കുക. എല്ലാവരും അകൈതവുമായിട്ട് സർക്കാരിനും സൈന്യത്തിനും പിന്തുണ പ്രഖ്യാപിച്ചു ഇല്ലേ? CPM അങ്ങനെ ചെയ്ത്, DMK അങ്ങനെയാണ് ചെയ്തത്. ആ സർക്കാരിൻ്റെ വലിയൊരു വിമർശകനായ പാകിസ്ഥാൻ പക്ഷപാതി എന്ന് പോലും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന OIC അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അങ്ങനെയാണ് നിലപാടെടുത്തത്. മമതാ ബാനർജി അങ്ങനെയാണ് നിലപാടെടുത്തത്. ഇവർക്ക് ആർക്കും ഒരു സംശയമില്ല ഇന്ത്യ ഗവൺമെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രാപ്തിയെക്കുറിച്ചോ ഒന്നും സംശയമില്ല. സംശയമുള്ളൊരു കൂട്ടർ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ തന്നെ പലരും പല രീതിയിലാണ് അഭിപ്രായം പറയുന്നത്. അതാണ് ഏറ്റവും വലിയ തമാശ. ചിദംബരം പറഞ്ഞത് ബുദ്ധിപൂർവമായ തീരുമാനമാണെന്നാണ്. തരൂർ പറഞ്ഞ് ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്നാണ്. മറ്റ് പല നേതാക്കളും ഏതാണ്ട് ആ രീതിയിലുള്ള അഭിപ്രായങ്ങൾ തന്നെ പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിലിരിക്കുന്ന ചില അതിബുദ്ധിമാന്മാർ എല്ലാത്തിനും തെളിവ് ചോദിക്കുകയാണ്. അവർ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയാവുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരൊറ്റ കൂട്ടരുള്ളൂ. അത് പാകിസ്ഥാനോട് ആശയപരമായിട്ടും മതപരമായിട്ടും ഐക്യമുള്ള 1971 യുദ്ധത്തിലൊക്കെ പാകിസ്ഥാന് ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്തത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മത തീവ്രവാദികളും മതമൗലികവാദികളും മതരാഷ്ട്രവാദികളുമാണ്. അവരുടെ സംശയങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ കൂടി പ്രതിധ്വനിക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ അജണ്ട ഒന്ന് തന്നെയാണ്. ഇത് പറയണതിൽ എനിക്ക് വിഷമമുണ്ട്. കോൺഗ്രസ് വെച്ചാൽ വലിയൊരു ദേശീയ പാരമ്പര്യമുള്ള വലിയ പ്രസ്ഥാനമാണ്. ഇല്ലേ, മഹാത്മാഗാന്ധിയുടെ, നെഹ്റുവിൻ്റെ, സർദാർ പട്ടേലിൻ്റെ, മൗലാന ആസാദിൻ്റെയൊക്കെ പാരമ്പര്യം പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ അവകാശവാദങ്ങളെക്കുറിച്ച് സംശയമുള്ളൂ. പാകിസ്ഥാൻ പോലും സംശയമില്ല, കാരണം അവരെ അനുഭവിച്ചവരാണ്. ഇവിടെ ഇരിക്കുന്ന ചില ഈ ഞാഞ്ഞൂളുകൾ അവർ രാജവെമ്പാലകളായിട്ട് പത്തി വിടർത്തുകയും ഇങ്ങനെയുള്ള സംശയങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവരുടെ കുഴി അവർ തന്നെ കുഴിക്കണം, അവർക്കത് മനസ്സിലാവുന്നില്ല. 2019 പുൽവാമയിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഇത് തന്നെ ഒരു സ്ഥിതി ഇല്ലേ? പുൽവാമയിൽ ആക്രമണം ഉണ്ടാകുന്നു, അവർ പറഞ്ഞു ഇതേ ഇന്ത്യൻ സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് പരാജയമാണ്, സെക്യൂരിറ്റി ലാപ്സാണ് എന്ന് പറഞ്ഞു. ഉണ്ടായി കാണും, ഇൻ്റലിജൻസ് പരാജയം ഉണ്ടായി കാണും, സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായി കാണും. പക്ഷേ സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട സമയമാണോ? 44 ധീര ജവാന്മാർ ഒറ്റ പൊട്ടിന് മരിക്കുകയാണ്. ആ സമയത്ത് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തണോ അതോ നമ്മുടെ സർക്കാരിനെ കുറ്റപ്പെടുത്തണോ? കോൺഗ്രസ്സുകാരുടെ തിയറി അനുസരിച്ച് നമ്മുടെ സർക്കാരിനെ ആദ്യം കുറ്റപ്പെടുത്തണം, അതിട്ട് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തണം എന്നാണ്. അത് കഴിഞ്ഞ് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയപ്പോൾ കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധി അടക്കമുള്ളൊരു ചോദിച്ചു തെളിവ് എവിടെ? അവർക്ക് തെളിവ് കണ്ടാലേ ബോധ്യം വരും. തെളിവ് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് അടുത്ത വിഷയം. അത് കഴിഞ്ഞൊരു വൈമാനികനെ പിടിച്ചുകൊണ്ട് പോയി ഇല്ലേ, അഭിനന്ദൻ വർത്തമാൻ. ഈ അഭിനന്ദൻ വർത്തമാനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴും കോൺഗ്രസ്സുകാർ എവിടെ വൈമാനികനെ വിട്ടുവരൂ, വൈമാനികനെ കിട്ടാതെ നിങ്ങൾ വെറുതെ വീരവാദം പറഞ്ഞതിൽ കാര്യമില്ല. 2-ാം ദിവസം വൈമാനികൻ തിരിച്ചു വന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ വായടച്ചു പോയി. ഇതൊക്കെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കില്ലേ? അതല്ലേ 2019 കോൺഗ്രസ്സിന് ഇത്ര വലിയ ചരിത്ര പരാജയം ഉണ്ടായത്? BJP സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ മേന്മുണ്ടാണോ അവരുടെ ഭൂരിപക്ഷം വർദ്ധിച്ചത്? അല്ല. കോൺഗ്രസ്സുകാർ ഇതുപോലെ വിടുവായത്തം പറയുകയും രാജ്യ താല്പര്യത്തിനെതിരായിട്ട് പ്രസ്താവനകൾ ഇറക്കി പ്രായണ പാകിസ്ഥാനി തീവ്രവാദികളെ അനുകൂലിക്കും, പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സമീപനം എടുത്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് തിരിച്ചടി ഉണ്ടായത്. അത് കോൺഗ്രസ്സുകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, ഇനി മനസ്സിലാകുകയുമില്ല. ഇതാണ് പ്രശ്നം. ഇതിപ്പോൾ കഴിഞ്ഞ കുറേ നാളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു മൂല്യച്യുതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? കാരണം 2019 സംഭവിച്ചു. പലപ്പോഴും ഇന്ത്യ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ സംഭവിക്കുന്ന വീഴ്ച എന്നോണം രാഹുൽ ഗാന്ധി പോലും ഉയർത്തിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ ആയുധമാക്കിയിട്ടുണ്ട് UN-ൽ പോലും. ഇപ്പോൾ ഇതാ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും അവർ അത്തരത്തിലൊരു പൊട്ടത്തരം കാണിക്കുകയാണോ? അവരെ ഇതുവരെ അതുപോലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളൂ, ഇനിയും അത് തന്നെ ചെയ്യും എന്നുള്ളിടത്താണ് BJPയുടെ പ്രതീക്ഷ. ഇപ്പോൾ രാജ്യത്ത് ആകമാനം തീവ്ര ദേശീയ വികാരം ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ വന്ന് പ്രത്യേകിച്ച് ഒരു പ്രകോപനം ഇല്ലാതെ 26 പേരെ വെടിവെച്ചു കൊടുക്കും, മതം ചോദിച്ച് വെടിവെച്ചു കൊടുക്കും. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് സർക്കാരിനെ സമീപിക്കുകയാണ്. അത് എന്തുകൊണ്ട് നിങ്ങൾ ഈ വിവരം നേരത്തെ അറിഞ്ഞില്ല? നേരത്തെ അറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഇവരെ തടഞ്ഞില്ല? ഈ തീവ്രവാദികൾ എവിടെ പോയി? അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് നിങ്ങൾ CRPC അനുസരിച്ച് എന്ത് നടപടി സ്വീകരിച്ചു? ലുക്കൗട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. അവർ ഏത് മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൽ എന്ത് തെളിവാണുള്ളത്? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞിട്ട് അടുത്തത്, ഇവിടുന്ന് എത്ര ബോംബാണ് അവിടെ കൊണ്ടുപോയി ഇട്ടത്? അവിടെ എന്ത് നാശനഷ്ടമാണ് ഉണ്ടായത്? ഈ നാശനഷ്ടം ഉണ്ടായെന്നുള്ളതിന് രേഖാപരമായ വല്ല തെളിവുണ്ടോ?
പാകിസ്ഥാൻ തിരിച്ചടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടെങ്കിൽ അടി എങ്ങനെയായിരുന്നു? എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു? എത്ര ടാങ്കുകൾ നഷ്ടപ്പെട്ടു? ഇങ്ങനെയൊക്കെ ഒരു വലിയ ചോദ്യാവലിയുമായിട്ട് AICC ആഫീസിൽ നിന്നുള്ള ദൂതന്മാർ പുറപ്പെട്ടിരിക്കുകയാണ്. ഈ വൈതാളികന്മാർ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെ എഴുതി കൊടുത്ത ചോദ്യപേപ്പർ വെച്ചിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇതിനെ നേരിടുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ ടെലിവിഷൻ ചാനലിൽ നടക്കുന്ന ചർച്ച ഞാൻ കണ്ടു. അതിൽ അവരുടെ തിങ്ക് ടാങ്ക് ആയിട്ടുള്ള ആൾ പറയുന്നത് ഇതാണ്: കോൺഗ്രസ്സുകാർ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയ സമയത്താണ് ശശി തരൂർ പുറകിൽ നിന്ന് കുത്തിയത് എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആരെ എഴുതി കൊടുത്തതെന്നുള്ള ആരും വ്യക്തമായില്ലേ? ഇതാണ് സംഭവിക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ അജണ്ട തീരുമാനിക്കുന്ന മതമൗലികവാദികളും മതരാഷ്ട്രവാദികളും ഛിദ്രശക്തികളും വിധ്വംസക ശക്തികളുമാണ്. ഇത് പറയുന്നതിന് നമുക്ക് വിഷമമുണ്ട്, എങ്കിൽ പോലും സത്യവാദമാണ്. ഇതിപ്പോൾ കോൺഗ്രസ് മാത്രമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. MA ബേബി പോലും കത്തയച്ചിരിക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെ പിന്നാമ്പുറ കാര്യങ്ങൾ അറിയണം എന്നാണ് ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് അറിയുന്നത്. അല്ല, കത്തയക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ ചവറ്റുകൊട്ടയിൽ ഇഷ്ടംപോലെ സ്ഥലമുള്ളതുകൊണ്ട് അവിടെ കൃത്യമായിട്ട് കിടന്നുള്ളൂ. പക്ഷേ ഇത് കത്തയക്കുന്നതും പരസ്യമായിട്ട് ഇങ്ങനെ നിലപാടെടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയമാണ്. കത്ത് ആർക്ക് വേണമെങ്കിലും എഴുതി അയക്കാം. എനിക്കോ ലിയോക്കോ വേണമെങ്കിൽ എഴുതി അയക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും വേണമെങ്കിൽ 5 രൂപയുടെ ചിലവുള്ളൂ, ഒരു കത്ത് എഴുതി അയക്കാം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. അതൊന്നും പറയാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയില്ല. ഇതൊക്കെ പ്രതിരോധ രഹസ്യങ്ങളാണ്, നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ. പ്രതിരോധ രഹസ്യങ്ങളൊന്നും ആരോടൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. വിവരാവകാശ നിയമത്തിലും അതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പോലെ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടി അത് ഈ സമയത്ത് കുറച്ച് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിക്കാമല്ലോ, എന്താണ് സംഭവിച്ചത്, എത്ര ആൾ മരിച്ചു, ഇന്ത്യ ഗവൺമെൻറ്റിന് തന്ത്രപരമായ പാളിച്ച കൊണ്ടു. ഇത് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ അവർ എണ്ണയല്ല, പാം ഓയിലോ അല്ലെങ്കിൽ പെട്രോളോ കോരി ഒഴിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയും, ഇതിൽ രാഷ്ട്രീയമായ അവിവേകമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അതിൽ വിവേകമല്ലേ പ്രധാനം. ആളുകളെ കൂടുതൽ വെറുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? വെറുത്തിരിക്കുന്ന ആൾക്കാരെ ഇതിപ്പോൾ BJP തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കും എന്നുള്ളതായിരിക്കും കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നത്. കാരണം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതൊക്കെ അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ടായിരിക്കണം. അല്ല, ബീഹാറിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. ബീഹാറിൽ മാത്രമേ തിരഞ്ഞെടുപ്പ് വരാൻ ബാക്കിയുള്ളൂ. ഈ വർഷത്തിൽ ഇനി ആകെ ബീഹാർ മാത്രമേ ഉള്ളൂ. അവിടെ കാസ്റ്റ് സെൻസസ് അടക്കം ഒരുപാട് വിഷയങ്ങൾ വേറെ ഉണ്ട്, പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. നിതീഷ് കുമാർ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭരണപരാജയങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ, പ്രാദേശികമായിട്ട് തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്. 2019 വ്യത്യാസം വെച്ചാൽ ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്, രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ്. അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പുകളിലാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാര്യമായിട്ട് വരിക. ഇപ്പോൾ അടുത്ത വർഷം കേരളത്തിലും ബംഗാളിലും ആസാമിലും ഒക്കെ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പിലൊന്നും ഇത് വലിയ വിഷയമാവില്ല. നമ്മുടെ കേരളത്തിലെ പിണറായി വിജയൻ സഖാവിൻ്റെ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭരണദോഷങ്ങൾ അതായിരിക്കും ഇവിടുത്തെ ചർച്ചാ വിഷയം. അല്ലാണ്ട് ഇന്ത്യയുടെ പരമാധികാരം അല്ലെങ്കിൽ ഭൂപരമായ ഐക്യം, കാശ്മീരിൻ്റെ സുസ്ഥിരത, ഇങ്ങനെയുള്ള വിഷയങ്ങളല്ല. ബംഗാളിലും ഇതൊന്നും ചർച്ചയാവില്ല. അതുകൊണ്ട് അത് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളൊന്നും അങ്ങനെ അധികമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഒരു രാജ്യവ്യാപകമായ തെരഞ്ഞെടുപ്പാണെങ്കിൽ സംശയമില്ല, അത് വിഷയമാവും. ഇത് യഥാർത്ഥത്തിലൊരു തെരഞ്ഞെടുപ്പ് വിഷയമാകാൻ സാധ്യത കുറവാണ്. ഇനി ആയാൽ തന്നെ മാർജിനലായിട്ടേ ആവുള്ളൂ. ഇനി ഇവർ ഇങ്ങനെ വിപരീതമായ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രോസ്പെക്ട്സ് അല്പമെങ്കിലും മെച്ചപ്പെടുന്നുണ്ടോ? ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കും. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആളുകൾ മുഖത്ത് ആട്ടും, ഇല്ലേ? ആട്ടും, അല്ലാതെ വോട്ട് മാറ്റി ചെയ്യില്ല. ആരെങ്കിലും ഇവർക്ക് വോട്ട് ചെയ്യാൻ അനുകൂലമായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അവർ വോട്ട് മറ്റേ പാർട്ടിക്ക് അത് ചെയ്യാമോ? ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ശശി തരൂർ വളരെ ബുദ്ധിപരമായിട്ടാണ് ഈ ഒരു വിഷയത്തിൽ പ്രസ്താവന നടത്തിയിട്ടുള്ളത്, സംസാരിച്ചിട്ടുള്ളത്. ചിദംബരവും അതേ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ശശി തരൂരിനെ മാത്രം തിരഞ്ഞുപിടിച്ച് താക്കീത് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതിന് കാരണം എന്തായിരിക്കാം? അതിന് 2 കാരണമുണ്ട്. ഒന്ന്, ശശി തരൂർ പറഞ്ഞതാണ് ശരി, ഇവർ പറഞ്ഞത് തെറ്റാണെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ പിന്നെ ശരി പറയുന്ന ആളെ താക്കീത് ചെയ്യാനുള്ള അതിൽ എളുപ്പത്തിലുള്ള മാർഗം. രണ്ടാമത്, ശശി തരൂർ പൊതുവേ തന്നെ കോൺഗ്രസ് ലീഡർഷിപ്പിനും കോൺഗ്രസ് ഹൈക്കമാൻഡിനും അനഭിമതനാണ്. അദ്ദേഹം ഖാർഗെക്കെതിരെ മത്സരിച്ച ആളാണ്. നെഹ്റു ഗാന്ധി കുടുംബത്തിൻ്റെ ഹിതത്തിനെതിരായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പിന്നെ ഒരു വിട്ടുവീഴ്ച എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തി. അദ്ദേഹത്തിന് ശക്തമായ ഗ്രൂപ്പില്ല, അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യം പറഞ്ഞ് പാർട്ടിക്കകത്ത് ഒരു മേധാവിത്വം പറയാൻ കഴിയുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക, അദ്ദേഹത്തെ ഒരു മൂലയ്ക്ക് ഇരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചിദംബരത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറേ കൂടി ശക്തനാണ്. കാരണം മറ്റു തരത്തിലുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട്, പണമുണ്ട്, സ്വാധീനമുണ്ട്, മറ്റു പല സൗകര്യങ്ങളുമുണ്ട്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിട്ട് വന്ന ആളാണല്ലോ. ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടി സ്പോൺസർ ചെയ്തൊരു ബുദ്ധിജീവിയാണ്. അതാണ് അവർ തമ്മിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസം.
ഇതിപ്പോൾ ശശി തരൂർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ രാജ്യ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേയേറെ നടത്തുന്നുണ്ട്. അത് കോൺഗ്രസ് നേതൃത്വത്തിന് ഇഷ്ടപ്പെടാത്ത സാഹചര്യവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ചോദിക്കുന്നുണ്ട്, ഇനി ശശി തരൂരിൻ്റെ അടുത്ത നടപടി കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകാനായിരിക്കുമോ എന്നൊക്കെ ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങ് കാണുന്നുണ്ടോ അത്തരത്തിലുള്ള എന്തെങ്കിലും സാധ്യത? ഞാൻ അങ്ങനെ ഒരു സാധ്യതയും കാണുന്നില്ല. ശശി തരൂർ ഇതിനു മുമ്പ് എന്തൊക്കെ വിഷയങ്ങൾ സ്വതന്ത്രമായിട്ട് നിർഭയമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ ആളാണ്. ഞാൻ ഈ തരൂരിൻ്റെ ഒരു ആരാധകനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പല അഭിപ്രായങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട് താനും. പക്ഷേ തരൂരിൻ്റെ അഭിപ്രായം തരൂർ ഏത് സമയത്തും ഉറക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. ഇവിടെ കോഴിക്കോട്ട് മുസ്ലിം ലീഗുകാർ നടത്തിയ സമ്മേളനത്തിൽ അദ്ദേഹം ഹമാസ് ഭീകരപ്രവർത്തകരാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയാൻ ധൈര്യമുള്ള വേറെ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനെ ഈ ഭൂമി മലയാളത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ആ ലീഗുകാർ അതായിട്ട് കൈയടിക്കാൻ ചെയ്തു. അങ്ങനെ പറഞ്ഞ ആളാണ് തരൂർ. അദ്ദേഹം തീവ്രവാദികളെ അല്ലെങ്കിൽ ഭീകരപ്രവർത്തകരൊന്നും വെള്ളപൂശുന്ന ആളല്ല. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതാണ് ശശി തരൂർ. അതിനുശേഷവും തിരുവനന്തപുരത്തുള്ള മുസ്ലിങ്ങൾ ക്യൂ നിന്ന് തരൂരിനെ നോട്ട് ചെയ്തു. കാരണം അവർക്കറിയാം ഹമാസ് എന്താണെന്നും തരൂർ ആരാണ്. അതാണ് വ്യത്യാസം. തരൂരിനെ മനസ്സിലാക്കാനായിട്ട് ഇവിടുത്തെ ഈ മൂക്കിനപ്പുറം കാണാൻ കഴിയാത്ത നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അവരുടെ തലക്കകത്ത് ബുദ്ധി ഉണ്ടാക്കി കൊടുക്കാൻ ഞാനോ നിങ്ങൾ വിചാരിച്ചാൽ പറ്റൂ? ഒരിക്കലും പറ്റുകയില്ല. ഇതിപ്പോൾ പലരും വിമർശിക്കുന്നുണ്ട്, ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ. ഈ KC വേണുഗോപാലാണ് കേന്ദ്രത്തിലിരുന്ന് രാഹുൽ ഗാന്ധിയെ വഴിതെറ്റിക്കുന്നതെന്നും ഇത്തരത്തിലുള്ള മണ്ടൻ ഉപദേശങ്ങൾ കൊടുത്ത് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, അത് മിക്കവാറും ശരിയാണ്. നമ്മൾ സത്യസന്ധമായ ഒരു കാര്യത്തിൽ നമുക്ക് ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. KC വേണുഗോപാലും എന്താണ് സുർജേവാല എന്ന് പറഞ്ഞ ഒരു വിദ്വാനുണ്ട്, രൺദീപ് സിംഗ് സുർജേവാല. ഇതുപോലുള്ള ചില വൈതാളികന്മാരുമാണ് ഇദ്ദേഹത്തെ ഈ കുറവൻ കയ്യേറ്റത്തെ കുരങ്ങ് പോലെ ചാടിക്കളിപ്പിച്ചു കൊണ്ടുനടക്കുന്നത്. എന്ത് ചെയ്യാനാണ്? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ജീർണത, അപജയം എന്നല്ലാണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതിപ്പോൾ ഈ സൈനിക നടപടികൾ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതുപോലെ വളരെ ധീരമായ നടപടികളാണ് നമ്മൾ കൈക്കൊണ്ടത്. കഴിഞ്ഞ 2019 ഇപ്പോഴും ഒക്കെ തന്നെ വളരെ ശക്തമായ ആക്രമണം കൊടുത്തു. അത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി പൂർത്തിയാക്കുകയും ചെയ്തു. അതിങ്ങനെ റഷ്യ യുക്രൈൻ യുദ്ധം പോലെ അവസാനിക്കാതെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നില്ല. അപ്പോൾ രാജ്യ താല്പര്യം പൂർണ്ണമായും നിറവേറ്റുന്ന ഒരു സൈനിക നടപടിയായിരുന്നു. ഇത്തരത്തിലുള്ള നീക്കത്തിലൂടെ സാധാരണക്കാരുടെയും സൈനികരുടെയും അത് രാഷ്ട്രീയ ഭേദമന്യേ വിശ്വാസം ആർജിക്കുവാൻ BJP-ക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? അത് തെറ്റല്ല. കാരണം എന്ന് വെച്ചാൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ എപ്പോഴും ജനങ്ങൾ ഭരിക്കുന്ന സർക്കാരിനൊപ്പവും ഭരിക്കുന്ന പാർട്ടിക്കൊപ്പം നിൽക്കാറുണ്ട്. 71 യുദ്ധം കഴിഞ്ഞപ്പോൾ ആളുകൾ കോൺഗ്രസിൻ്റെ കൂടെ നിന്നു. 99 യുദ്ധം കാർഗിലിൽ നടന്നു കഴിഞ്ഞപ്പോൾ BJP-യുടെ കൂടെ നിന്നു. 2019 ബാലാക്കോട്ടിലെ പ്രത്യാക്രമണം കഴിഞ്ഞപ്പോൾ മോഡിയുടെ കൂടെ നിന്നു. ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കും. കാരണം അത് ദേശീയ വികാരമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകതയുള്ളത്, പാകിസ്ഥാൻ ഇവിടെ വന്ന് സിവിലിയന്മാരെ കൊന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ സിയാൽകോട്ടിലോ ലാഹോറിലോ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ചന്തയിൽ ബോംബിട്ടിട്ട് ആളെ എണ്ണം തേക്കാമായിരുന്നു. ഇതിലും കൂടുതൽ ആളുകൾ മരിച്ചാൽ. പക്ഷേ അങ്ങനെയല്ല ചെയ്തത്. സൈനിക ക്യാമ്പുകൾക്ക് നേരെ പോലുമല്ല ആക്രമണം നടത്തിയത്. തീവ്രവാദികളെ തെരഞ്ഞു പിടിച്ച് അവരുടെ ക്യാമ്പിലാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ആ നിലയ്ക്ക് കൂടി ഒരു മേന്മ നമുക്ക് അവകാശപ്പെടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, അതായത് ഇതിൻ്റെ ഒരു മീഡിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും വിവാദവും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ട്രംപ് മീഡിയേറ്റ് ചെയ്തു, താനാണ് മധ്യസ്ഥത വഹിച്ചത്, വെടിനിർത്തലിന് 2 രാജ്യങ്ങളും ധാരണയായിട്ടുണ്ട് എന്ന് ട്രംപ് പ്രസ്താവനയുമായി രംഗത്തെത്തുകയും ചെയ്തു ആദ്യം തന്നെ. ഇത് രാജ്യത്തെ, അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇത് തുടരാനുള്ള സാധ്യത എത്രത്തോളമാണെന്നാണ് കരുതുന്നത്? അല്ല, അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എപ്പോഴേ സംഘർഷം ഉണ്ടാകുമ്പോഴും 2 ചെറു രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ വൻ ശക്തികൾ സമ്മർദ്ദം ചെലുത്തും. 48 കാലത്ത് ഈ കാശ്മീരിലെ ഏറ്റുമുട്ടലുണ്ടായി കഴിഞ്ഞപ്പോൾ അന്ന് ബ്രിട്ടീഷുകാരാണ് 2 പേരുടെ മേലും സമ്മർദ്ദം ചെലുത്തി വെടിനിർത്തലിലേക്ക് എത്തിച്ചത്. 65 സോവിയറ്റ് യൂണിയനാണ് ആ റോള് ഏറ്റെടുത്തത്. അലക്സി കോസിജിൻ നേരിട്ട് പങ്കെടുത്തിട്ടാണ് താഷ്കൻഡിൽ വെച്ച് ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ കരാറുണ്ടാക്കിയത്. അതിലെ പല വ്യവസ്ഥകളും കോസിജിൻ ഡിക്റ്റേറ്റ് ചെയ്തത് പോലുമായിരുന്നു. അതുപോലെ കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്ക വളരെ ശക്തമായിട്ട് വാജ്പേയിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി വെടിനിർത്താനായിട്ട്. ഇത് ഏത് കാലത്തും പതിവുള്ളതാണ്. ഇത്തവണയും അത് ഉണ്ടായി കാണും. കാരണം ഇന്ത്യ പാകിസ്ഥാനും ഏറെക്കുറെ തുല്യ അളവിൽ ഇപ്പോൾ അമേരിക്കയുമായിട്ട് സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളാണ്. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഇപ്പോൾ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്ക 2 പേരുടെ മേലും സമ്മർദ്ദം ചെലുത്തി അവരെ നിർബന്ധിച്ച് ഒരു വെടിനിർത്തലിലേക്ക് എത്തിച്ചു. എങ്ങനെയെങ്കിലും വെടിനിർത്തലുണ്ടാകണമല്ലോ. അമേരിക്ക ഇടപെട്ടിട്ടാണെങ്കിലും ശരിയാണ്, ഇനി ഗോട്ടിമാല ഇടപെട്ടിട്ടാണെങ്കിലും ശരിയാണ്. സമാധാനം കൊണ്ടുവരാനല്ല ആർക്കെ വിഷമമുള്ളൂ.
ഇത് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഒത്തുതീർപ്പ് ചർച്ചയല്ല, വെടിനിർത്തലാണ്. അതെ അതെ, വെടിനിർത്താനാണ്. ഒത്തുതീർപ്പ് വേറെ കാര്യം. ഇപ്പോൾ കാശ്മീർ വിഷയം മേശയ്ക്ക് അപ്പുറം ഇപ്പുറം എടുത്ത് ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ചർച്ച ചെയ്താൽ പരിഹരിക്കാൻ പറ്റുകയില്ല. കാരണം അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടൊപ്പം നമുക്ക് കിട്ടിയ ഒരു വലിയ മുതൽക്കൂട്ടാണ്. നമ്മളൊക്കെ മരിച്ചാലും ഇന്ത്യ രാജ്യം ഉള്ളിടത്തോളം കാലം, ഇന്ത്യ പാകിസ്ഥാനിലുള്ളിടത്തോളം കാലം കാശ്മീർ ഒരു വിഷയമായിട്ട് നിൽക്കും. അതൊക്കെ വേറെ കാര്യം. ഇനി തുടർന്നുള്ള ഇന്ത്യയുടെ നടപടികൾ എങ്ങനെയായിരിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? ഭൗമരാഷ്ട്രീയത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താനും കൂടുതൽ കരുത്താർജിക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും ഇന്ത്യ. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈലും ആകാശ് മിസൈലും തുടങ്ങിയ മറ്റ് പല തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളൊക്കെ തന്നെ വളരെ വിജയകരമായി ഇവിടെ പ്രയോഗിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആയുധ വിപണി നമുക്ക് കുറെ കൂടി പരിചിതമാക്കുവാനും അതിനൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്സിൽ കുറെ കൂടി കരുത്തോടെ മുന്നോട്ട് പോകുവാനും ഒക്കെ ഇന്ത്യ ഇനിയും ശ്രമം തുടർന്നുകൊണ്ടിരിക്കില്ലേ? അത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വ്യവസായവൽക്കരണമായിട്ട് കൂടി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ 1971 ഇന്ദിരാഗാന്ധിക്കൊന്നും ഈ രീതിയിലേക്ക് ഇത് വികസിപ്പിച്ചെടുക്കാൻ പറ്റിയിരുന്നില്ല. അതിന് മറ്റു പല കാരണങ്ങളുണ്ട്. പക്ഷേ പിൽക്കാലത്ത്, പ്രത്യേകിച്ച് സമീപകാലത്ത്, ഈ ആയുധങ്ങളുടെ അല്ലെങ്കിൽ വിമാനങ്ങളുടെ വിമാനവാഹിനി കപ്പലിൻ്റെ അടക്കമുള്ള നിർമ്മാണം നമ്മുടെ ആഭ്യന്തര വിപണിയിൽ നടത്തുകയും കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന പരിപാടി നിർത്തുകയും പരമാവധി കുറയ്ക്കുകയും ഇവിടെ തന്നെ യുദ്ധോപകരണങ്ങൾ, വെടിമരുന്ന്, മറ്റു സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഭ്യന്തര വിപണിക്ക് മാത്രമല്ല, ഇനി ആവശ്യമുള്ളവർക്ക് വിൽക്കാൻ കൂടി പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അതെ, തീർച്ചയായിട്ടും. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി പ്രതികരിച്ചതിൽ. എന്തായാലും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ വളരെ ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ പാകിസ്ഥാനും ഭീകരവാദികൾക്കും നൽകിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ അലയൊലികൾ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ തന്നെ ചർച്ചയായിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന് തുടക്കം കുറിച്ച പാർട്ടി എന്നുള്ള നിലയിൽ അതൊരു മണ്ടത്തരമായി പോയി, തെറ്റായ സമയത്തായി പോയി ഈ സ്റ്റെപ്പ് എന്നുള്ളതാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഇന്ന് ഈ ചർച്ചയിൽ. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.